ഭവന നിർമ്മാണം, ആരോഗ്യ, കാർഷിക മേഖലകളുടെ വികസനത്തിന് പ്രാധാന്യം നൽകി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സനീഷ് പഞ്ചായത്തിന്റെ 2024-25 ബജറ്റ് അവതരിപ്പിച്ചു. 7,93,43,370 രൂപ വരവും 7,93,11,000 രൂപ ചെലവും 4,32,370 രൂപ മിച്ചവും വരുന്ന പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ സനീഷ് അവതരിപ്പിച്ചത്. ഒരിക്കൽ നമ്മളെ എടുത്തു വളർത്തിയവരാണ് വയോജനങ്ങൾ. അവർക്ക് താങ്ങാകുക, തണലാകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വയോമിത്രം എന്ന പേര് കൊടുത്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് 2ാം ബാല്യം എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. സാമൂഹിക നീതി വകുപ്പുമായി സംയോജിച്ചുകൊണ്ട് പഞ്ചായത്തുകളുടെയും സംയുക്ത പ്രൊജക്ട് എന്ന രീതിയിൽ 40 ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് പറവൂരിലെ 5 പഞ്ചായത്തിലെയും 22 ഇടങ്ങളിലേക്കും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പാരാമെഡിക്കൽ അംഗങ്ങളുടെയും സേവനം കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ 4 ദിവസം OP കൗണ്ടർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അകത്ത് തന്നെ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ മാനസിക ഉല്ലാസങ്ങൾക്കായി മാസാമാസം അവരുടെ സംഗമങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും വയോജന സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ആക്കുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. കാർഷിക രംഗത്ത് പുതിയ കൃഷി രീതികൾ, വാഴ കൃഷിയും മില്ലറ്റും മഞ്ഞളും തരിശു ഭൂമികളെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഗ്രൂപ്പ് കൃഷികൾക്കും അതോടൊപ്പം തന്നെ പൊക്കാളിക്കും വലിയ എമൗണ്ടുകളാണ് ഈ തവണ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്. പ്രസിഡന്റ് കമല സദാനന്ദൻ അധ്യക്ഷയായി. ലൈഫ് ഭവന പദ്ധതിക്ക് 41,41,000 രൂപയും PMAY ഭവന പദ്ധതിക്ക് 15,25,000 രൂപയും വകയിരുത്തി. വയോമിത്രം പദ്ധതിക്ക് 40 ലക്ഷം രൂപ ഉൾക്കൊള്ളിച്ചു. ബ്ലോക്കിന് കീഴിലുള്ള 5 പഞ്ചായത്തുകളിലും ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങാൻ 10 ലക്ഷം രൂപയും സഞ്ചരിക്കുന്ന ഫിസിയോതെറാപ്പി യൂണിറ്റിന് 15 ലക്ഷം രൂപയും നീക്കിവെച്ചു. പടവ് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കാൻ 7,84,000 രൂപയും കരൾ, വൃക്ക, ക്യാൻസർ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ 29 ലക്ഷം രൂപയും വടക്കേക്കര പഞ്ചായത്തിലെ വാവക്കാട് വനിതകൾക്കായി ജിംനേഷ്യം ഒരുക്കാൻ 3 ലക്ഷം രൂപയും ഭിന്നശേഷി സ്കോളർഷിപ്പിന് 27,63,000 രൂപയും വകയിരുത്തി. വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന തളിർ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിക്ക് 10 ലക്ഷം രൂപയും സ്കൂളുകളിലെ സമ്പൂർണ്ണ ശുദ്ധജല പദ്ധതിക്കായി 23 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾക്കായി മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് 10 ലക്ഷം, പഠനമുറി 30 ലക്ഷം, വാദ്യോപകരണങ്ങൾ വാങ്ങുന്നതിന് 4.5 ലക്ഷം, അടുക്കള നവീകരണം 10 ലക്ഷം എന്നിവയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ചർച്ചകൾക്ക് ശേഷം ബജറ്റ് ഐക്യകണ്ഠേന അംഗീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KS ഷാജി, MS രതീഷ്, ലീന വിശ്വൻ, ശാന്തിനി ഗോപകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ഗാന അനൂപ്, ബബിത ദിലീപ് കുമാർ, അംഗങ്ങളായ CM രാജഗോപാൽ, ആന്റണി കോട്ടയ്ക്കൽ, PV മണി, സെക്രട്ടറി PV പ്രതീക്ഷ എന്നിവർ സംസാരിച്ചു. നമുക്ക് 2 CHC ആണുള്ളത്, ഏഴിക്കരയും മൂത്തുകുന്നവും. അവിടെ നല്ല ഒരു ഫണ്ട് തന്നെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും സഹായിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. വളർന്നുവരുന്ന കുട്ടികൾക്ക് സ്പോർട്സിലേക്ക് വരുന്നതിന്, അവരെ വളർത്തിയെടുക്കുന്നതിന് ഉള്ള കാര്യങ്ങൾക്കുള്ള ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നോട് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. 5 പവനിൽ തുടങ്ങുന്ന വിവാഹ സെറ്റുകൾ. ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണവും HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങളായി ഹോൾസെയിൽ വിലയിൽ മാറ്റി വാങ്ങുവാൻ അവസരം. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ. അലീന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.